നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര ചിത്രം അതാണ് ഇനിയുള്ള അരമണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 60% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ 62.08% പോളിംഗ്. വോട്ടെടുപ്പിനിടെ മണിപ്പൂരിലും ബംഗാളിലും വ്യാപക സംഘർഷമുണ്ടായി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് കൊടിയേറിയപ്പോൾ രേഖപ്പെടുത്തിയത് 60% പോളിംഗ്. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് പൂർത്തിയായി. ത്രിപുരയിലും അസമിലും പശ്ചിമ ബംഗാളിലും പുതുച്ചേരിയിലും പോളിംഗ് ശതമാനം 70 കടന്നു. ബീഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്ന് മണിപ്പൂരിൽ കുക്കി വിഭാഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വോട്ടെടുപ്പിനിടെ മണിപ്പൂരിൽ വ്യാപക സംഘർഷമുണ്ടായി. മൊയ്രാങ് നിയമസഭാ മണ്ഡലത്തിലെ തംനാപോക്കിയിൽ അക്രമികൾ വെടിയുതിർത്തു. ത്രിപുരയിൽ BJP പോളിംഗ് ബൂത്തുകൾ കയ്യേറിയതായി ഇന്ത്യ മുന്നണി നേതാക്കൾ ആരോപിച്ചു. തമിഴ്നാട്ടിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. സേലത്ത് വോട്ടു ചെയ്യാനെത്തിയ 2 പേർ സൂര്യാതാപമേറ്റു മരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 72.09% തമിഴ്നാട്ടിലെ പോളിംഗ്. 8 കേന്ദ്രമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയത്. പ്രതിപക്ഷ പാർട്ടികൾക്കും ഭരണപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ് ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ. കല്യാശ്ശേരിയിലെ കള്ളവോട്ട് വിഷയത്തിൽ റീപോൾ സാധ്യമല്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്ത വയോധികയുടെ വോട്ട് അസാധുവായി കണക്കാക്കുമെന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം വരണാധികാരി അറിയിച്ചു. സംഭവത്തിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കല്യാശ്ശേരി എടക്കാടൻ വീട്ടിലെ 92കാരി ദേവിയുടെ വോട്ട് CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ രേഖപ്പെടുത്തിയതാണ് വിവാദമായത്. ചുമതലയിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ CPIM ഏജന്റ് വോട്ടിംഗ് പ്രക്രിയയിൽ ഇടപെടുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നതോടെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രതിഷേധവുമായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. പിടിക്കപ്പെട്ടു നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി 4 പേരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കൊണ്ട് എന്താ പ്രയോജനം? ഇനിയും ഇവർ ഈ പ്രക്രിയ തുടരാതിരിക്കണമെങ്കിൽ 26-ാം തീയതി പോളിംഗ് കഴിയുന്നത് വരെ ഇവരെ അകത്തിടണം. ഈ ഗണേശനെയൊക്കെ അകത്തിടണം. വീട്ടിലെ വോട്ട് പദ്ധതി അട്ടിമറിക്കാൻ CPIM ശ്രമിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. കള്ളവോട്ടാരോപണം പാർട്ടി പരിശോധിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ പ്രതികരണം. ഞാനത് ചന്ദ്രനോട് അന്വേഷിക്കാൻ പറഞ്ഞു. അത് ഒരു ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും അന്യായമായിട്ടോ അഹിതമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കല്യാശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ റീപോളിംഗ് സാധ്യമല്ലെന്ന് മണ്ഡലം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. അതിൽ റീപോൾ നടത്താനുള്ള പ്രൊവിഷൻസ് ഇല്ല. ആ വോട്ട് നമ്മൾ അസാധുവാക്കും. സംഭവത്തിൽ CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ 1-ാം പ്രതിയാക്കി കണ്ണപുരം പോലീസ് കേസെടുത്തു. 5 പോളിംഗ് ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 24 കാസർഗോഡ്. തെരഞ്ഞെടുപ്പിന് 7 നാൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും പണ്ട് നൽകിയ പേര് ഇപ്പോഴും മാറിയിട്ടില്ല എന്നും പരിഹാസം. നരേന്ദ്രമോദിയുടെ തോളിലിരുന്നാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയൻ വാക്പോര്. BJP CPIM ബന്ധം കാരണമാണ് കേരള മുഖ്യമന്ത്രിയെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോട് പിണറായി വിജയൻ കടുത്ത ഭാഷയിലാണ് ഇന്ന് പ്രതികരിച്ചത്. നിങ്ങളെ മുത്തശ്ശിയില്ലേ, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിച്ചത്. എത്ര കാലം? 1.5 വർഷം. ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ
ഉണ്ടാക്കരുത് കേട്ടോ. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി വിമർശനം തുടർന്നു. മുഖ്യമന്ത്രിക്കെതിരായ രാഹുലിന്റെ പരാമർശം ലജ്ജിപ്പിക്കുന്നതെന്ന് ബൃന്ദ കാരാട്ട് വിമർശിച്ചു. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ വക്താവായി മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. BJPയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു 2014. രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി അത് വിളിക്കി. കാരണം BJP അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ്. ഇപ്പോൾ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന്. BJP CPIM ബന്ധം ആവർത്തിച്ച രമേശ് ചെന്നിത്തല മാസപ്പടി സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി അർത്ഥമാക്കിയിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് വിഷയം തണുപ്പിക്കാനായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമം. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന അഭിപ്രായത്തിൽ മാറ്റമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. CPIM-ഉം BJP-യും ഒന്നിച്ചാണെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മോദിക്കെതിരായ പ്രക്ഷോഭത്തിൽ CPIM-ആണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. LDF തകരണമെന്ന് UDF ആഗ്രഹിക്കുന്നത് BJP-യെ സഹായിക്കാനാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. This is a baseless attack that the CPIM is cooperating or collaborating with Modi, and given you on the basis of instances and facts. On every one of those instances, the CPIM has been in the forefront of opposition to Modi and his Modi policies. So that is why we are saying we do not talk about individuals and individual leaders. We talk of the policies that the parties pursue. On that basis, MAR has been a consistent opposition to the communal process. And you cannot find anybody more consistent and more absolutely committed to it without any vacillation or compromise. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ മുൻ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് പേര്. പുതിയ പാർട്ടി NDAയുടെ ഭാഗമായി പ്രവർത്തിക്കും. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പാർട്ടി പ്രഖ്യാപന വേദിയിൽ നേരിട്ടെത്തി. രാജിക്ക് പിന്നാലെ BJP അടക്കമുള്ള പാർട്ടികൾ സജി മഞ്ഞക്കടമ്പിലുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഒരു പാർട്ടിയിലും അംഗമാകാൻ സജി തയ്യാറായില്ല. കേരള കോൺഗ്രസുകാരനായി നിലകൊള്ളാൻ തീരുമാനിച്ചതോടെയാണ് പുതിയ പാർട്ടി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. തുടർന്ന് അനുയായികളെ വിളിച്ചുകൂട്ടി കോട്ടയത്ത് വെച്ച് പ്രഖ്യാപനം. ഒരു കേരള കോൺഗ്രസുകാരനായി ജനിച്ച എനിക്ക് കേരള കോൺഗ്രസുകാരനായി അല്ലെങ്കിൽ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ രൂപം കൊടുക്കുന്നത്. ഞാനിവിടെ ഞാൻ നിന്ന പാർട്ടിയിൽ നിന്ന് ഒരു നേതാവിനെയും ബലമായിട്ട് പിടിക്കാൻ ശ്രമിച്ചില്ല, ആരെയും പ്രലോഭിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. ഞാൻ എടുത്ത നിലപാടുകൾ ശരിയാണെങ്കിൽ എന്നോടൊപ്പം വരാനുള്ള ആഗ്രഹിക്കുന്ന ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പുതിയ പാർട്ടി രൂപീകരിച്ച സാഹചര്യത്തിൽ NDAക്കൊപ്പം ചേരാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കും. പാർട്ടി പ്രഖ്യാപന വേദിയിൽ തുഷാർ നേരിട്ടെത്തുകയും ചെയ്തു. ഇന്ന് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നവരാണെന്നുള്ള സത്യാവസ്ഥ കോട്ടയത്തുള്ള മുഴുവൻ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ രണ്ട് കേരള കോൺഗ്രസ് നമ്മൾ നിൽക്കുന്ന എടുത്ത് പരിശോധിച്ചാൽ അവരെന്തിനു വേണ്ടി ഇത് നിലനിന്നു? കോട്ടയത്തിന്റെ വികസനം, അതല്ലെങ്കിൽ കോട്ടയത്തിന് റബ്ബറുമില്ല, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി കേരള കോൺഗ്രസുകൾ പ്രവർത്തനം നടത്തിയെങ്കിൽ അതിലൊരു തരത്തിലുള്ള പ്രോഗ്രസും ഇതുവരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സജി മഞ്ഞക്കടമ്പിൽ തന്നെയാണ് പുതിയ പാർട്ടിയുടെ ചെയർമാൻ. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. സജിയെ LDF പാളയത്തിലെത്തിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് വെച്ച ഫോർമുല തൃപ്തികരമാകാതെ വന്നതോടെയാണ് NDAക്കൊപ്പം നിൽക്കാൻ സജി തീരുമാനിച്ചത്. അതേസമയം വിഷയത്തിൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് ജോസഫ് വിഭാഗം പറഞ്ഞു. ടോബി ജോൺസൺ, 24, കോട്ടയം. ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. വോട്ടിന് പണം നൽകാനെത്തിയെന്ന് ആരോപിച്ച് ബിജു രമേശിനെ തടഞ്ഞുവെക്കുന്നു DYFI പ്രവർത്തകർ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അരുവിക്കര വടക്കേമല പ്രദേശത്താണ് ബിജു രമേശിനെയും UDF പ്രവർത്തകരെയും തടഞ്ഞുവെച്ചത്. കോളനികളിൽ പണം നൽകാനാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ബന്ധു കൂടിയായ ബിജു രമേശ് എത്തിയത് എന്നാണ് ആരോപണം. അതിന്റെ വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, എന്താണ് വിശദാംശങ്ങൾ? സലീം,
രജിത്ത് അല്പസമയം മുൻപാണ് അടൂർ പ്രകാശ് അരുവിക്കര ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ അരുവിക്കര വടക്കേമല എന്ന പ്രദേശത്ത് എത്തിയത്. അപ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു കോളനി പ്രദേശമാണ്. ആ കോളനിയിലുള്ള ആളുകൾക്ക് പണം നൽകാനാണ്, വോട്ടിന് പണം നൽകാനായാണ് എത്തിയത് എന്നൊരു ആരോപണവുമായി ബിജു രമേശിനെ തടഞ്ഞു വെച്ചത്. അതേസമയം ബിജു രമേശ് അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധു കൂടിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പണം നൽകാനാണ് എന്നൊരു ആരോപണം ഉന്നയിച്ച് തടഞ്ഞു വെച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ഷൻസ് കോഡ് ഉൾപ്പെടെയുള്ളവ സ്ഥലത്തെത്തി. അതിനുശേഷം ഈ ബിജു രമേശിന്റെ കാറിലും ഒപ്പം തന്നെ വീട്ടിലും ഈ തൊട്ടടുത്തുള്ള ബിജു രമേശ് എത്തിയ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അരുവിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം ഇരുവരെയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ ബിജു രമേശ് പറയുന്നത് സുരേഷ് എന്നയാളുടെ വീട്ടിലെത്തിയതാണ്, അതല്ലാതെ വോട്ടിന് പണം നൽകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സുരേഷ് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെ ആ നിലയിൽ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ആരെയും പണം നൽകി വോട്ടിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ബിജു രമേശിന്റെ വാദം. അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിജു രമേശും സംഘവും ഈ പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് വോട്ടിന് പണം നൽകാൻ വേണ്ടിയും അടൂർ പ്രകാശിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്ന് ആരോപിച്ചാണ് ഏറെ നേരം ഇവരുടെ വാഹനം തടഞ്ഞു വെച്ചത്. റിജിത്ത് മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും മോക്ക് പോളിംഗിൽ പൊരുത്തക്കേട്. 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ 10 രസീതുകൾ ലഭിച്ചുവെന്നാണ് പരാതി. സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് ജില്ലാ കളക്ടർ വിശദീകരിച്ചു. തിരുവനന്തപുരത്ത് മരിച്ചയാളുടെ പേരിൽ തപാൽ വോട്ട് അനുവദിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വോട്ടെടുപ്പിൽ സുരക്ഷ ഉറപ്പാക്കാൻ 8 മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ 36-ാം ബൂത്തിലെ മെഷീനിലാണ് പൊരുത്തക്കേട് കണ്ടെത്തിയത്. 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ ലഭിച്ചത് 10 രസീതുകൾ. അധിക സ്ലിപ്പ് BJP സ്ഥാനാർത്ഥിയുടെ പേരിലാണ്. UDF പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സാങ്കേതിക തകരാറാണെന്നും പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിച്ചെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് മരിച്ചയാളുടെ പേരിൽ തപാൽ വോട്ട് അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. ഭിന്നശേഷിക്കാരും 85 വയസ്സ് കഴിഞ്ഞവരും ചെയ്ത പോസ്റ്റൽ വോട്ടുകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് UDF പരാതി നൽകി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയതിന് 5 പേർക്കെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തു. വോട്ടെടുപ്പിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേരളത്തിലെ 8 മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് വെബ്കാസ്റ്റിംഗ് ഉണ്ടാവുക. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് UDF നൽകിയ ഹർജിക്കുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇരട്ട വോട്ട് പ്രശ്നത്തിൽ തീർപ്പുണ്ടാക്കിയതാണെന്നും കമ്മീഷൻ അറിയിച്ചു. 3431 ഇരട്ട വോട്ട് കണ്ടെത്തി നീക്കം ചെയ്തെന്നാണ് വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണ കേസിൽ തൊട്ടിൽപ്പാലം സ്വദേശിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മെബിൻ ജോസ് അറസ്റ്റിൽ. വടകരയിൽ പരാജയ ഭീതി കൊണ്ട് LDF പയറ്റുന്ന പുതിയ തന്ത്രമാണ് സൈബർ ആക്രമണ പരാതിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. KK ശൈലജയ്ക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മെബിൻ ജോസിനെ തൊട്ടിൽപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കലാപാഹ്വാനം, സ്ത്രീകളെ അധിക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സൈബർ ആക്രമണത്തിൽ ഇതുവരെ 6 കേസുകളാണ് എടുത്തത്. ആരോപണം കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കുകയാണ്. കോവിഡ് കാലത്തെ അഴിമതി ഇനിയും തുറന്നു പറയുമെന്നും അതിനെ വ്യക്തിയധിക്ഷേപമായി കാണേണ്ടതില്ലെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ നിരവധി കാര്യങ്ങൾ, കോവിഡുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇപ്പോഴും വിജിലൻസിന്റെ മുമ്പിലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ പറയുന്നൊന്നും വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല. അതേസമയം പേഴ്സണലായിട്ടുള്ള അറ്റാക്കുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വ്യക്തിഹത്യാ ആരോപണത്തിൽ കലുഷിതമായ വടകര മണ്ഡലത്തിൽ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ എത്തും. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി 3 മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും പൂരപ്രേമികളുടെ മനം നിറച്ച് തൃശൂർ പൂരം. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ. ആരോഗ്യം, സൗകര്യം, മാധുര്യം. പവേർഡ് ബൈ TT ദേവസി ജ്വല്ലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. പൂരാവേശം കൊടുമുടി കയറിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി വർണ്ണവിസ്മയങ്ങൾ തീർത്ത് കുടമാറ്റം. 3 മണിക്കൂർ നീണ്ട കുടമാറ്റത്തിൽ ഇത്തവണയും സർപ്രൈസ് കാഴ്ചകൾ നിറഞ്ഞു നിന്നു. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ മത്സരിച്ചപ്പോൾ കുടമാറ്റത്തിന് മുൻ വർഷത്തേക്കാൾ മാറ്റേറി.
നിറമേളവും തെക്കോട്ടിറക്കവും കഴിഞ്ഞപ്പോൾ പൂരപ്രേമികളുടെ എല്ലാം കണ്ണുകൾ മുഴുവൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ കാത്തുവച്ചിരുന്ന സർപ്രൈസ് കുടകളിലേക്കായിരുന്നു. പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. നിറങ്ങളിലും പുതുമയിലും ആറാടി കുടമാറ്റം. അയോധ്യ ശ്രീരാമക്ഷേത്രവും ശ്രീരാമനും തുടങ്ങി പുതുമകൾ ഏറെയായിരുന്നു തിരുവമ്പാടി വിഭാഗത്തിന്. കുടമാറ്റം കാണാൻ വടക്കുന്നാഥ ക്ഷേത്ര ഗോപുര നടയ്ക്ക് മുന്നിലും തൃശൂർ റൗണ്ടിലും തേക്കിൻകാട് മൈതാനത്തുമായി ആളുകൾ മണിക്കൂറുകൾക്ക് മുമ്പേ സ്ഥാനം പിടിച്ചിരുന്നു. വിദേശികൾക്കായ പ്രത്യേക സൗകര്യം. ISROയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ടായിരുന്നു തിരുവമ്പാടിയുടെ കുടമാറ്റം സമാപിച്ചത്. കുടമാറ്റം അവസാനിച്ചപ്പോഴും സ്പെഷ്യൽ കുടകൾ കാണിച്ച് പൂരപ്രേമികളെ ആവേശത്തിലാക്കാൻ തിരുവമ്പാടിക്കായി. 24 തൃശൂർ. പൂത്തുലഞ്ഞ ഇലഞ്ഞിമരത്തിന് ചുവട്ടിൽ വിസ്മയമായ ഇലഞ്ഞിത്തറമേളം. കിഴക്കൂട്ടനിയന്മാരാർ മുഖ്യമേളപ്രമാണിയായി കൊട്ടിക്കയറിയതോടെ തൃശൂർ മേളലഹരിയിൽ അമർന്നു. കണ്ണും കാതും തുറന്നു വെച്ച് ഓരോ നിമിഷവും ഒപ്പിയെടുക്കുകയായിരുന്നു പൂരപ്രേമികൾ. വേനൽ ചൂടിന്റെ ഉച്ചസ്ഥായിയിൽ ഇലഞ്ഞിമരച്ചൂട്ടിൽ പാണ്ടിമേളം കൊട്ടിക്കയറുമ്പോൾ പൂരപ്രേമികളാകെ ഒരേ താളത്തിലായിരുന്നു. മേളക്കൊഴുപ്പിൽ പൂരത്തിന്റെ ആവേശം അതിന്റെ കൊടുമുടി കയറി. ഇക്കുറിയും കിഴക്കൂട്ട അനിയന്മാരായിരുന്നു മേളപ്രമാണി. 250-ലധികം കലാകാരന്മാർ ഇലഞ്ഞിത്തറ മേളത്തിൽ കൊട്ടിക്കയറി. വേനൽ ചൂടിൽ നനുത്ത മഴയായി പൂരപ്രേമികൾക്ക് ഇലഞ്ഞിത്തറ മേളം. കൈകൾ ഉയർത്തി താളപ്പെരുക്കം കൈകളിലേക്ക് ആവാഹിച്ചത് ആയിരങ്ങൾ. 2 മണിക്കൂർ നീണ്ട ഇലഞ്ഞിത്തറ മേളം അവസാനിച്ചപ്പോൾ തിമിർത്ത് പെയ്ത മഴ തോർന്നതുപോലെ. മേളക്കാരെ സന്തോഷാധിക്യത്താൽ പൂരപ്രേമികൾ വാരിപ്പുണർന്നു. ഇലഞ്ഞിത്തറ മേളം തരുന്ന ആവേശം മാത്രം മതി പൂരപ്രേമികൾക്ക് അടുത്ത പൂരക്കാലം വരെ കാത്തിരിക്കാൻ. സൂരജ് സജി, 24 തൃശൂർ. പൂരനഗരിയിൽ ആവേശത്തിരിളക്കി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയെത്തിയ രാമനെ കാണാൻ ആയിരങ്ങളാണ് പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പൂരനഗരി നൽകിയത് ആവേശോജ്വല സ്വീകരണം. ആറാട്ടും അനുബന്ധ ചടങ്ങുകളും കഴിഞ്ഞ് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി രാവിലെ 8:30 എഴുന്നള്ളത്ത്. രാമചന്ദ്രന് വേണ്ടി വഴിനീളെ കാത്തുനിന്നത് ആയിരങ്ങൾ. രാവിലെ 11 മണിയോടെ പൂരനഗരിയിലേക്ക് മാസ് എൻട്രി. വടക്കുന്നാഥരെ വണങ്ങി രാമൻ തെക്കേ ഗോപുരം വഴി പുറത്തേക്ക്. കാത്തുനിന്ന ആരാധകർക്ക് മുൻപിൽ തുമ്പിക്കൈ ഉയർത്തിയതോടെ പൂരനഗരി ആവേശക്കടലിൽ. രാമനുള്ള ആരാധക സമ്പത്ത് മറ്റൊരാനയ്ക്കും അവകാശപ്പെടാനാവില്ലെന്നത് വീണ്ടും തെളിയിച്ചു പൂരനഗരി. 24 തൃശൂർ. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലാണ്. സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. കാണാം പതിവ് സെഗ്മെന്റ് വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് LDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണായുധം. കുട്ടനാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കേന്ദ്രമായ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ട വികസനമില്ലാത്തതുമാണ് സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്.
മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകളും 3 സ്ഥാനാർത്ഥികളും ഉയർത്തിക്കാണിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാവേലിക്കരയുടെ വികസനങ്ങൾക്ക് തടയിടുന്നു എന്ന ആക്ഷേപമാണ് നിലവിലെ MP കൊടിക്കുന്നിൽ സുരേഷ് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ സ്ഥലം ഒരു കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റിന് ഒരു കേന്ദ്ര വിദ്യാലയം വേണമെങ്കിൽ 5 ഏക്കർ കൊടുക്കണം. ഒരു വേറെ അങ്ങനെയൊക്കെയുള്ള ഏത് പദ്ധതി വന്നാലും ഫ്രീ ഓഫ് കോസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം പ്രൊവൈഡ് ചെയ്യണം. ഈ മാവേലിക്കര മണ്ഡലത്തിൽ അങ്ങനെ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യാനില്ല. ഉള്ളിടത്ത് തന്നെ എതിർപ്പുകളാണ്. വീണ്ടും ഇന്ത്യ സഖ്യമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ESI കോർപ്പറേഷനിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ കഴിയും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ ഇപ്പോൾ കുറിച്ചി ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റി. കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യം ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് സ്ഥലം തരാൻ പറയും. മണ്ഡലത്തിൽ റെയിൽവേ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. റെയിൽവേയിൽ ചെങ്ങന്നൂരാണ് ഇപ്പോൾ ശബരിമലയുടെ ഇടത്താവളം എന്ന നിലയിൽ കുറച്ച് ചെറിയ കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ ഇടപെടിയിൽ വന്നെന്ന് തോന്നുന്ന ഒരു സ്ഥലം അത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിലവിലെ സ്റ്റേഷനുകളിലൊന്നും വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് റെയിൽവേ ഏറ്റവും ശക്തമാക്കണം. പിന്നെ നമ്മുടെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടനാട് നമുക്കൊരു ഫാം ടൂറിസത്തിൻ്റെ സംവിധാനം, മൺട്രോത്തുരുത്ത് ഇതേപോലെയുണ്ട്, നമ്മുടെ പത്തനാപുരം, അങ്ങനെ തുടങ്ങി ആ ഒരു സാധനം ഞാനിന്ന് പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. കാർഷിക മേഖലയിൽ ഞങ്ങളിപ്പോൾ കുട്ടനാട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തവും അതാണ്. കാർഷിക മേഖലയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സമഗ്രമായ റിപ്പോർട്ട് ഈ നാട്ടിൽ നമുക്ക് സാധ്യമാകണം. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കഷ്ടപ്പാടിലാണ്, കണ്ണീരിൻ്റെ നടുക്കാണ്. നമ്മളിപ്പോൾ LDF UDF ഒക്കെ ഈ നാട് മാറി മാറി ഭരിച്ചിട്ടും ഒരു വിഭാഗം ആളുകൾ ഇന്നും പട്ടിണി കിടക്കുകയാണ്. വളരെ മോശമാണ്, കഷ്ടമാണ് അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ. പാവപ്പെട്ട ആളുകളെ, വീടില്ലാത്ത എത്രയോ ആളുകൾ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ മറച്ചു വെച്ചിട്ട് കിടക്കുന്ന എത്രയായിരം കുടുംബങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ആ ബുദ്ധിമുട്ട് പരിഹരിച്ച് അവൻ്റെ കണ്ണീരൊപ്പുകയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീടുകൾ കൊടുക്കണം, അവൻ്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടണം, അവന് വരുമാനം ഉണ്ടാകണം, മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാകണം. അതാണ് എൻ്റെ ഏറ്റവും നമ്പർ 1 മുൻതൂക്കം ഞാൻ കൊടുക്കുന്നത് അതിനാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ വീട്ടമ്മ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആശാരിക്കണ്ടം സ്വദേശി ഷീബ ദിലീപാണ് തീ കൊളുത്തിയത്. രക്ഷിക്കാൻ ശ്രമിച്ച നെടുങ്കണ്ടം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും പൊള്ളലേറ്റു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഷീബയുടെ സ്ഥലം പണയപ്പെടുത്തി 20 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ഇത് പലിശയും കൂട്ടുപലിശയുമായി 36 ലക്ഷത്തിലെത്തി. ഈ തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ ബാങ്ക് നിയമ നടപടിയുമായി കോടതിയെ സമീപിച്ചു. 2 ആഴ്ചക്കുള്ളിൽ ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ തൊടുപുഴ CJM കോടതി ഉത്തരവിട്ടു. ഇതിനായി പോലീസ് അകമ്പടിയോടെ കോടതി നിയോഗിച്ച് കമ്മീഷൻ എത്തിയപ്പോഴാണ് ദീപ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂവുമായി ബന്ധപ്പെട്ട് പോയി ഇടപെട്ട് നോക്കി. പക്ഷേ ഇത് പ്രൈവറ്റ് ബാങ്കായതുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതാണ് യഥാർത്ഥ സംഭവം. ഇതുപോലത്തെ മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങൾ ഒരു ബാങ്കുകാരും ചെയ്യാൻ പാടില്ല. 70% പൊള്ളലേറ്റ ദീപയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ദീപയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ നെടുങ്കണ്ടം സ്റ്റേഷനിലെ SI ബിനോയ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി എന്നിവർക്കും പൊള്ളലേറ്റു. 45% പൊള്ളലേറ്റ വനിതാ പോലീസ് ഓഫീസറെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 24 ഇടുക്കി. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.